ചാന്ദിനി ഇന്നലെ രാവിലെ ആരംഭിച്ച മഴ അതിനുശേഷം വലിയ രീതിയിലുള്ള മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് UAE-യിലെ വിവിധങ്ങളായിട്ടുള്ള എമിറേറ്റ്സുകളിൽ സമാനമായ രീതിയിൽ മഴ പെയ്യുന്ന നിലയും ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴുള്ളത് ഷാർജയിലാണ്, കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ്. അവിടെ ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ആ പൊതുഗതാഗതത്തെ പൂർണ്ണമായും ഏതാണ്ട് തടസ്സപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് സാഹചര്യങ്ങളുള്ളത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇത്തരത്തിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതിനെ തുടർന്ന് അത് ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്ന നില തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങൾ പലതും വെള്ളത്തിൽ ഇങ്ങനെ ഈ സൈഡുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് എന്നുള്ളതും, ഒപ്പം തന്നെ പൊതുഗതാഗത സംവിധാനത്തെ ഇത് വലിയ രീതിയിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല ബസ് സർവീസുകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ദുബായിൽ നിന്നും ഷാർജ, ഒപ്പം തന്നെ അജ്മാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള ബസ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പൂർണ്ണമായി തന്നെ നിർത്തിവെച്ചിരിക്കുന്ന അറിയിപ്പുണ്ടാകുന്നത് വരെ ഇത്തരത്തിൽ ഈ ബസ് സർവീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം ഈ പ്രതികൂല സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് ആളുകൾക്ക് നിരവധിയായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ വേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് 999 എന്ന നമ്പറിൽ വിളിച്ചാൽ അടിയന്തര സഹായത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി 999 എന്ന നമ്പറിൽ വിളിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ പൊതുവായിട്ടുള്ള അന്വേഷണങ്ങൾക്കായി 901 എന്ന നമ്പറിലേക്ക് വിളിക്കണമെന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നും മറികടന്ന് വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ആലിപ്പഴ വീഴ്ചയും ഒക്കെ തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്ന് പുലർച്ചെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് പുലർച്ചെ നമ്മൾ ഇന്നലെ തന്നെ ദൃശ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ കണ്ടത് റാസൽ ഖൈമ പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ വെള്ളം കുത്തി ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും വാർത്തകൾ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റാസൽ ഖൈമയിൽ ഇന്ന് രാവിലെ ശക്തമായ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാകുന്നുണ്ട്. വാഹനങ്ങളുടെ മുകളിലേക്കൊക്കെ തന്നെ ഈ വലിയ കല്ലും മണ്ണും വന്ന് വീഴുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതിന്റെ ഭീകരത മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അവിടെയും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും വിവിധ സെന്ററുകളിലായി നിരവധി ജീവനക്കാർ ഈ മഴക്കെടുതിയിൽ നിന്നുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശ്രമങ്ങളിലേക്ക്, സാധാരണഗതിയിലേക്ക് ജീവിതം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളിലേക്ക് നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഡെലിവറി ഉൾപ്പെടെയുള്ള ചില കമ്പനികൾ ഫുഡ് ഡെലിവറി ഇത്തരത്തിൽ നിർത്തിവച്ചിട്ടുണ്ട്. പക്ഷേ ചില കമ്പനികൾ അതിപ്പോഴും തുടരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ട്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകൾ ഈ ഒരു മഴക്കെടുതിയെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒപ്പം വിമാന സർവീസുകളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദുബായ് വിമാനത്താവളം ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വിമാനങ്ങൾ റദ്ദാക്കുകയോ ചിലത് വൈകുന്ന സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കണം. യാത്രയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വളരെ വേഗം അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ അത് സ്വരൂപിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും വിമാന കമ്പനികളിൽ നിന്നും വിവരങ്ങൾ തേടണമെന്നുള്ള നിർദ്ദേശവും ദുബായ് വിമാനത്താവളം യാത്രക്കാർക്ക് പ്രത്യേകമായി നൽകുന്ന സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ചില റോഡുകളൊക്കെ തന്നെയും അടച്ചിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ 2 എക്സിറ്റുകളാണ് അടച്ചിരിക്കുന്നത്. അത് ഇനി ഉമൽ ഖൈം പോലീസാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കനത്ത മഴയെ തുടർന്ന് ഈ അൽമജാസ് തെരുവുകളൊക്കെ തന്നെയും വെള്ളത്തിലാകുന്ന സാഹചര്യമുണ്ട്. അവിടെയും അത്തരത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ
ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നുമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നുള്ളതും എടുത്തു പറയണം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പൊതു ഗതാഗത സംവിധാനം തന്നെയാണ്. പൊതുഗതാഗത സംവിധാനം ഏതാണ്ട് നിലച്ച മട്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ളതും ടാക്സി സർവീസുകൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥ കാരണം തന്നെയാണ് വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ടാക്സി ജീവനക്കാർ വാഹനങ്ങൾ വഴിയിലേക്ക് ഇറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വാഹനങ്ങൾ സൈഡിൽ ഒതുക്കിയിടുകയും പല സ്ഥലങ്ങളിലായി അവർ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്യുന്ന നിലയുണ്ട്. ഒപ്പം തന്നെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ അടച്ചുപൂട്ടി എന്നുള്ള നിലയ്ക്കുള്ള അപ്ഡേറ്റുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇതിനും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അജ്മാൻ സിറ്റി, മനാമ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ വെള്ളിയാഴ്ചത്തേക്ക് അടച്ചിടുന്നത്. ഒപ്പം തന്നെ പക്ഷേ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി, വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയും സേവനങ്ങൾ നൽകുന്നത് തുടരുന്ന നില ഉണ്ട് എന്നതും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് ആളുകൾക്ക് ഒരു തരത്തിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ആ നിലയ്ക്ക് ഈ സേവനങ്ങളൊക്കെ തന്നെയും ഓൺലൈനായി തന്നെ നൽകാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത തുച്ഛമാണ് എന്നും അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം റാസൽ ഖൈമയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെയാണ് അത് അടച്ചിടുന്നത്. നിലവിലുള്ള കാലാവസ്ഥയും എല്ലാവരുടെ സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം ഈ UAE-യിൽ പൊതുവെ ഇപ്പോൾ കാലാവസ്ഥ തന്നെ മാറുന്ന മറ്റൊരു തണുപ്പ് കാലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ താപനില കുറയുന്ന ഒരു നില കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മഴയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ശക്തമായി ഈ താപനില കുറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അൽ ദഫ്ര മേഖലയിലാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അൽ ദഫ്രയിൽ ഇന്ന് രാവിലെ 7:45 8.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയും അത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ് സർവീസുകൾ നിർത്തിവെച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അജ്മാൻ, ഷാർജ എമിറേറ്റുകളിലേക്കും തിരിച്ചുമുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് അറിയിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്കുള്ള നടപടികളൊക്കെ തന്നെയും തുടർന്നു കൊണ്ടുവരുന്നു. എന്തായാലും ദുബായ് പോലീസ് രാവിലെ തന്നെ ജനങ്ങളോട് ഈ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. സുരക്ഷ മുൻനിർത്തിയുള്ള നടപടികൾ തന്നെ ഉണ്ടാവണം. രാജ്യത്തെ ഉടനീളമുള്ള നിലവിലെ കാലാവസ്ഥ അത് വളരെ മോശപ്പെട്ടൊരു കാലാവസ്ഥ തന്നെയാണ്. മഴ, ശക്തമായിട്ടുള്ള കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ ആലിപ്പഴം വീഴുന്ന സാഹചര്യമാണ്. ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ ദൃശ്യപരത വലിയ തോതിൽ കുറയുന്ന നില തന്നെ ഉണ്ടാകും. ആ നിലയ്ക്ക് അപ്പോൾ സ്വാഭാവികമായും സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇപ്പോൾ മുന്നോട്ട് വരാൻ എന്നുള്ളതും ആ നിലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് രാവിലെ തന്നെ ദുബായ് പോലീസ് ഇത്തരത്തിൽ പോലീസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ വെള്ളം അത് വളരെ വേഗം തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി ടാങ്കറിൽ നിറച്ച് അത് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ജനങ്ങൾ സുരക്ഷിതരായി തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച് ഇന്നലെ വൈകിട്ടൊക്കെയും വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തുടർന്ന മഴ ഇപ്പോൾ എന്തായാലും ഇവിടെ ഷാർജയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ചാന്ദിനി, UAE-യിൽ മഴ തുടരുമെന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണോ പല സ്ഥാപനങ്ങളിലും ഇന്ന് വർക്ക് ഫ്രം ഹോം ആണല്ലേ?
തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾക്ക് ആ നിലയ്ക്ക് ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിൽ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ആ നിലയ്ക്കുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം എന്നുള്ള നടപടി, ഒപ്പം തന്നെ ചില പ്രൈവറ്റ് കമ്പനികളും ആ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പല എമിറേറ്റുകളും ആദ്യം ദുബായിലാണ് ഈ ഒരു നിർദ്ദേശം ഉണ്ടായത്. അതിനുശേഷം പല എമിറേറ്റുകളും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. കാരണം ആളുകളുടെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഫീസുകളിലേക്ക് എല്ലാവരും തന്നെ വരേണ്ടതില്ല. അവർക്ക് ഏറ്റവും അത്യാവശ്യം ഒരിക്കലും ഓഫീസിൽ വരാതിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമാണെങ്കിൽ അവർക്ക് മാത്രം ഓഫീസിൽ വന്നാൽ മതിയാകും. പക്ഷേ അവർക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ സംവിധാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം, ഒപ്പം തന്നെ ആ നിലയ്ക്കുള്ള നടപടികൾ തന്നെയാണ് സുരക്ഷയുടെ ഭാഗമായി തൊഴിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല മേഖലകളും ഇപ്പോൾ ഏതാണ്ട് ഇത്തരത്തിൽ തന്നെ നമുക്ക് ഈ റോഡുകളിൽ തന്നെ കാണാൻ കഴിയും. ഇത്തരത്തിൽ വലിയ രീതിയിൽ നമ്മൾ എപ്പോഴും ട്രാഫിക് കാണുന്നൊരു സമയമാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല. സ്വാഭാവികമായി ആളുകളെല്ലാം തന്നെ വീടുകളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന നിലയാണുള്ളത്. ആളുകൾ വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെയും ഒറ്റക്കെട്ടായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ വെള്ളം കയറ്റിക്കൊണ്ടുപോകുന്ന മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേഗം തന്നെ പൂർത്തിയാക്കാൻ, ആ ഒരു നടപടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പല സ്ഥലങ്ങളിലും റാസൽ ഖൈമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മഴ ഇന്നലത്തെ ശക്തമായിട്ടുള്ള മഴയിൽ നിന്നും വ്യത്യാസമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ മഴ ഏതാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഷാർജയിലാണുള്ളത്. ഷാർജയിൽ മഴ കുറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ആകാശം മേഘാവൃതമാണ്. ഇടയ്ക്ക് സൂര്യപ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും മഴമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും. പക്ഷേ ഇന്നലെ രാത്രിയിലോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നൊരു കാലാവസ്ഥയല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട സാഹചര്യം തന്നെയാണ്. ചാന്ദിനി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്തെങ്കിലും ഇനി ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടോ? ഇന്ന് വരെയാണ് ഇന്നാണ് മഴ ലഭിക്കുക ലേറ്റസ്റ്റ് ആയിട്ട് എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിവരം. ഇനി എന്തെങ്കിലും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെയും ഇന്നുമാണ് ശക്തമായ രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ചിരുന്നെങ്കിൽ പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു വലിയ മഴയൊന്നും തന്നെ രാവിലെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ ചാറി പോകുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമാണ് ഒരു പ്രതിസന്ധിയാകാനുള്ള സാഹചര്യമുള്ളത്. പക്ഷേ അത് വളരെ വേഗം തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സംവിധാനങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു തരത്തിലേക്കുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ ഉണ്ടായ ഒരു വലിയ തോതിലുള്ള സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റാസൽ ഖൈമയിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും അവിടെയും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഷാർജയിൽ വിവിധ സ്ഥലങ്ങൾ, ഷാർജയിലെ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെ സൗജന്യമാക്കുന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിലയ്ക്ക് ഉള്ള സഹായങ്ങളൊക്കെ തന്നെ, സൗജന്യങ്ങളൊക്കെ തന്നെയും സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകൾ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ സ്കൂളുകൾക്ക് പുറത്തും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ളൊരു നിർദ്ദേശം പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ചില സ്കൂളുകൾ ഒരുപക്ഷെ ഈ പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ക്യാമ്പുകളോ അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ നടത്താനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ആ നിലയ്ക്ക് കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെയുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശവും സ്വാഭാവികമായും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പൊതുഗതാഗത സംവിധാനമാണ്. ബസ് സർവീസുകൾ ദുബായ്, ഷാർജ, അജ്മാൻ എന്നുള്ള സ്ഥലങ്ങളിലേക്ക്, ദുബായിൽ നിന്നും ഷാർജയിലേക്കും അജ്മാനിലേക്കുമുള്ള ബസ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 സ്ഥലങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകളാണ് നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ടാക്സി സർവീസുകളും കാര്യമായി തന്നെ ഇന്ന് സർവീസുകൾ നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ആളുകൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു നിലയുണ്ട്. ചാന്ദിനി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വർക്ക് ഫ്രം ഹോം ആണ് പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതും, ഒപ്പം തന്നെ ചില ജീവനക്കാർ ഇത്തരത്തിൽ ജോലി സ്ഥലത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മഴ അതിന്റെ ഇന്നലെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു സാഹചര്യം നിലവിലില്ല.
അത് മാറി വരുന്ന ഒരു നില തന്നെയുണ്ട്. ആശ്വാസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അതെന്തായാലും ഈ മഴക്കെടുതിയുമായി അല്ലെങ്കിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട നടപടികൾ അത് വളരെ വേഗം തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 26-ലധികം കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന സാഹചര്യം തന്നെയാണുള്ളത്. റോഡിലെ സുരക്ഷ പ്രധാനമായി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശം. ഇന്നലെ തന്നെ നമ്മൾ രാത്രിയിൽ ലൈവിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെള്ളക്കെട്ടിന് അതിനൊരു പ്രതികൂല നടപടി എന്നതുപോലെ ഏകദേശം 450ഓളം ട്രക്കുകൾ ഉണ്ടായിരുന്നു അല്ലേ? അധികൃതർ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥ? തീർച്ചയായും ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇടവേളകളില്ലാതെ അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ടാങ്കറിൽ നിറച്ച് കൊണ്ടുപോകുന്ന നടപടികൾ നടക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മോട്ടോറുകൾ ഘടിപ്പിച്ച് ഈ വെള്ളം പമ്പ് ചെയ്തെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. നിരവധിയായിട്ടുള്ള ട്രക്കുകൾ ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വളരെ വേഗം തന്നെ ഇതിൽ ഒരു നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്കുള്ള അടിയന്തര ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അടിയന്തര ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പറുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം പല റോഡുകൾ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉമൽ ഖൈനിൽ എക്സിറ്റുകൾ അടയ്ക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സ്ട്രീറ്റിലെ എക്സിറ്റുകൾ അടച്ചിടുമെന്ന് ഉമൽ ഖൈൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിക്കേണ്ടതുണ്ട്. വെതർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പുകളൊക്കെ തന്നെയുമുണ്ട്. അതൊക്കെ തന്നെ ആളുകൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലും പ്രത്യേകമായി ശ്രദ്ധിക്കണം. വിവിധങ്ങളായിട്ടുള്ള വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ വിമാനങ്ങൾ താമസിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള നടപടികൾ ദുബായ് എയർപോർട്ട് യാത്രക്കാർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വെക്കണം. കാരണം അവരോട് തന്നെ കാര്യങ്ങൾ തിരക്കേണ്ടതുണ്ട്. നിരവധിയായിട്ടുള്ള വിമാനങ്ങൾ സ്വാഭാവികമായും ഇത്തരത്തിൽ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ വിമാനങ്ങൾ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ചിലത് വൈകുന്ന നിലയും ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആ നിലയ്ക്ക് ഉള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ആളുകൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടുവന്ന് കൂടുതൽ ആളുകളും വീടുകളിൽ തന്നെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഒപ്പം നിരവധിയായി ഈ ബീച്ചുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും അടച്ചിട്ടിരിക്കുകയാണ്. ബീച്ചുകളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്കോ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന പാർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അടച്ചിട്ടിട്ടുണ്ട്. പല ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ആഘോഷങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. പല പാർക്കുകളും നിർത്തിവെച്ചിരിക്കുന്നു. ഫ്യൂച്ചർ മ്യൂസിയം ഉൾപ്പെടെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അത് അടച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ലിവ ഫെസ്റ്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ, ഹത്ത ഫെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. അതൊക്കെയും തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ നിലയ്ക്കുള്ള നടപടികൾ ഉണ്ടാകുന്നത്. UAE ശൈത്യകാലത്തിലേക്ക് കടക്കുമ്പോഴാണ് വ്യത്യസ്ത പരിപാടികളൊക്കെ UAE സംഘടിപ്പിക്കുന്നത് അല്ലെ? ഇത്തരത്തിലുള്ള ഫെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക്, എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്ക് ശൈത്യകാല അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ ഒരു മഴ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ വിദ്യാർത്ഥികളുടെ ആ ഒരു സുരക്ഷയും ഏറ്റവും കൂടുതൽ നമുക്കത് സംരക്ഷിക്കാൻ വേണ്ടി പറ്റിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. തീർച്ചയായും സ്കൂളുകൾക്ക് അവധിയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും തന്നെ വീടുകളിൽ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്ന നിലയുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂളുകൾക്കുള്ള നിർദ്ദേശവും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ അവധിക്കാലങ്ങളിൽ പലതരത്തിലുള്ള പരിപാടികൾ സ്കൂൾ അധികൃതർ നടത്താറുണ്ട്. ഈ കുട്ടികൾക്കുള്ള പ്രത്യേക ക്യാമ്പുകൾ, പാഠ്യേതര വിഷയങ്ങളിലുള്ള പ്രത്യേക പരിപാടികളൊക്കെ തന്നെയും ഉണ്ടാകുന്ന നിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ പ്രധാനമായും കുട്ടികളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രധാന മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മഴയുടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ആ തരത്തിലുള്ള ക്യാമ്പുകളോ പരിപാടികളോ ഒന്നും തന്നെ വേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കുട്ടികളെ സുരക്ഷിതരായ വീടുകളിൽ തന്നെ താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്ന
നിർദ്ദേശം. എന്തായാലും ബീച്ചുകൾ, പാർക്ക് തുടങ്ങിയിട്ടുള്ള ഇടവേളകൾ ആനന്ദകരമാക്കുന്ന ഇടങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനി ഒരു അറിയിപ്പ് ഉണ്ടാകുമ്പോഴാണ് തുറക്കുക എന്നുള്ളതാണ്. വിവിധ എമിറേറ്റുകളിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക, ആളുകളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതും ഈ നടപടിക്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 26-ൽ പരം കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചാന്ദിനി, വിശദാംശങ്ങളുമായി എബിയാണ് ചേർന്നത്. NTV UAE to the world.